2018 ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട് സ്റ്റോർ എന്ന രീതിയിൽ തുടങ്ങിയതാണ് ഫ്രൂട്ടറി. കട്ട് ഫ്രൂട്ട്സ് ഓപ്പൺ ആയതിനു ശേഷം കട്ട് ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒരുപാട് പ്രീ വർക്കൗട്ട് ആയിട്ടും ആളുകൾ ഉച്ചക്ക് ലഞ്ചൊക്കെ ആയിട്ടൊക്കെ ആളുകൾ വന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പം ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയാണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരു ഹെൽത്തിയർ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് ഹൈലൈറ്റ് ചൂസ് ചെയ്ത്. ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, കൂടുതൽ ഇരുത്ത അവിടെ ആണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ആളുകൾ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. നമ്മളത് കട്ട് ഫ്രൂട്ട്സ് എടുക്കുന്ന ബൗൾ പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ബൗളാണ്, അതിൽ ബ്രാൻഡിങ് ഒന്നും ഇല്ല. അപ്പോൾ അതിൽ ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഫ്രൂട്ടറിന്റെ ബൗളാന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ പല ആളുകളും ഇങ്ങനെ എടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ തന്നെ ബ്രാൻഡ് എന്ത് ചെയ്ത് ഫെമിലിയർ വളരെ പെട്ടെന്ന് തന്നെ ഫെമിലിയർ ആയി തുടങ്ങി. ഒരു ബ്രാൻഡിങ്ങും ഇല്ലാതെ ഞങ്ങൾ ബൗൾ കണ്ട് തന്നെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഫ്രൂട്ടറിന്റെ ആണെന്നുള്ളത്. പല ആളുകളും ഞങ്ങളടുത്ത് വന്നാണ്ടല്ല ഞങ്ങൾ എന്താ പരിപാടി, ഫ്രൂട്ടിന്റെ കേറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കാണാൻ ഹാമ്പസ് ജയിലുണ്ടോ, അതുപോലെ തന്നെ എന്താ കട്ട് ഫ്രൂട്ട്സിന്റെ ഷോപ്പാണെന്നുള്ളതൊക്കെ ചോദിക്കലുണ്ട്. ഇതൊക്കെ ഓരോ എൻക്വയറി വന്നിട്ട് അത് ഞങ്ങൾ ബിസിനസ് ആക്കിയതാണ്. ഇപ്പോൾ കേറ്ററിംഗ് ആണെങ്കിൽ ഞങ്ങൾ ഫ്രൂട്ടറി തുടങ്ങിയൊരു 3ാമത്തെ മാസമാണ് തോന്നുന്നത്. ഞങ്ങൾ അവിടെ പട്ടേരി കഫേയിൽ ഇങ്ങനെ ഇരിക്കാം. കഫേയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നാണ് മോളെ കല്യാണം കോഴിക്കോട് തന്നെ ടാഗോർ ഹാളിൽ വെച്ചാണ്ടായിരുന്നു ആ കല്യാണം. കുറച്ച് ഫ്രൂട്ട്സ് എത്തിച്ചേരും വെച്ച് എത്തിച്ചേരാം, നിങ്ങൾ തന്നെ ഒന്ന് വന്ന് മൊത്തത്തിൽ ഏറ്റെടുത്താണ് സെറ്റാക്കി ചെയ്യുന്ന ആളിയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്ത് ഞങ്ങൾ ആ കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതൊരു ബിസിനസ് ആക്കി മാറ്റിയത്. ഒരു എൻക്വയറി വന്നപ്പം ഞങ്ങൾ ബിസിനസ് ആക്കി മാറ്റിയതാണ്. അതാണ് ഞങ്ങളെ ഫസ്റ്റ് കേറ്ററിംഗ് എന്നത്. അതിനുശേഷം ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. ഫൈസൽ മലബാർ എന്ന ഫൈസൽക്കൻ്റെ 6 ദിവസത്തെ വർക്കാണ്. അതിൽ 6 ദിവസം 6 കേരളത്തിലെ നല്ല 6 കാറ്ററിങ്ങിനാണ് ഫുഡൊക്കെ ഏൽപ്പിച്ചത്. 6 ദിവസം ഒരാൾക്ക് മാത്രം തന്നെ ഞങ്ങൾക്കാണ്. നല്ല രീതിയിൽ മൂപ്പർ ഹാപ്പിയായി, മൂപ്പർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. നല്ല രീതിയിലാണ് ഞങ്ങളെ പ്രൊമോട്ടിങ് ചെയ്തത്. അത് കണ്ടാണ്ട് തന്നെ ഒരുപാട് വർക്കുകൾ കിട്ടി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്തത് കഴിഞ്ഞ മാസം, അതായത് ഡിസംബറിലാണ്. 19 വർക്ക് കേരളത്തിന്റെ അങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ഒരു ദിവസം മാത്രം ഞങ്ങൾ ഏകദേശം 28,000 ആളുകൾക്കാണ് കല്യാണത്തിനാണ് ഫ്രൂട്ട്സ് കൊടുത്തത്. അതായത് 6 ലൊക്കേഷനായിട്ട്. ഇപ്പം നിലവിൽ ഈ മാസം 2 വർക്ക് ബാംഗ്ലൂരുണ്ട്. അതിനൊക്കെയായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കാറ്ററിങ്ങും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാറ്ററിങ്ങും അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സും റീറ്റെയിലും ഇതൊക്കെ 3 സെഗ്മെന്റ് ഓഫ് ബിസിനസ്സാണ്. അത് ഞങ്ങൾ ഒറ്റ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2025 ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗ്രോത്ത് ആണ് കിട്ടിയത്. ഫ്രൂട്ട്സിൻ്റെ ഹൈബ്രിഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പറയുന്നത് ഈ ഫ്രൂട്ട് ബിസിനസ്സിൽ ഭയങ്കര ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് കുറച്ച് ഫാമുകളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ കൊളാബറേഷൻ നടന്നിട്ടുണ്ട്. ഒരു 2000 തൈയോളം ഞങ്ങൾ പന്തല്ലൂർ വലിയകാട്ടിൽ പ്ലാന്റേഷൻ എന്ന നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്ലാന്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫൈക്ക് അബൂബക്കർ എന്ന് പറഞ്ഞ ആളായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2000 തൈയോളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്യുക, ലാബലിങ്ങിലോട്ടും അതുപോലെ തന്നെ ഫ്രോസൺ ഫ്രൂട്ട്സിലോട്ടും ഇറങ്ങാനുള്ള കാഴ്ചപ്പാടിലാണ് ബ്ലൂബെറി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 8 വർഷം കൊണ്ട് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ടറിക്ക് ഉണ്ടായിട്ടുള്ളത്.